ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറുടെ പെർസ്പെക്റ്റീവില് ഡോക്ടർ എന്തൊക്കെയായിരിക്കും ഒരു പെൺകുട്ടിക്ക് നൽകുന്ന ഉപദേശങ്ങൾ? നേരത്തെ പ്രഗ്നൻസി ആവുക, ഫാമിലി കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഇപ്പം വരുന്ന ഒരു സെക്കൻഡ് ഒരു വേറൊരു ട്രെൻഡ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആയി, അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ കരിയർ പ്ലാൻ ചെയ്യുന്നത്, പിന്നെ അവർ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 39-40 ഇയേഴ്സ് ഒക്കെ ആവും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് അവരൊരു 28 വയസ്സിൽ പ്രഗ്നൻസി ആയ പോലുള്ള ശരീരമോ അണ്ടങ്ങളോ ലൈഫ് സ്റ്റൈലോ ഒന്നുമല്ല. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഫെർട്ടിലിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ ഇന്ന സമയത്ത് കല്യാണം കഴിക്കുക, ഇന്ന സമയത്ത് പ്രഗ്നൻസി ആവുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അവർ പിന്നെ നമ്മളെ കാണാനേ ഇല്ല. അപ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു അഡ്വൈസും അല്ല. എന്ന് വെച്ചാൽ അവരവർക്ക് എപ്പോഴാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ അവരുടെ പ്രൊഫഷണൽ എങ്ങനെ ആയിരിക്കും, അത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു പക്ഷേ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഏജ് എപ്പോഴാണ്, നിങ്ങൾ എപ്പോഴാണ് ഫാമിലി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനു മുമ്പ് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കണം, നിങ്ങളൊരു സിംഗിൾ ചൈൽഡ് ഫാമിലി ആണോ, അതോ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളോ 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വേണോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനിങ് എന്തായാലും വേണം. അല്ലാതെ നമുക്ക് ഇതിനെ ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് പറയുന്നത് ശരിയല്ല. പക്ഷെ പ്ലാൻഡ് ആയിരിക്കണം.